ഹലോ ഗൈസ്, വിജയ് ലോക ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അമൃത്സർ ഗോൾഡൻ ടെമ്പിളിനുള്ളിലായിരുന്നു, അവിടെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കഴിഞ്ഞ ദിവസത്തിന് ശേഷം അടുത്ത ദിവസം, അതായത് ഇന്നലെ രാവിലെ ഞാനൊരു 10 മണിയാകുമ്പോൾ അവിടുന്ന് ഇറങ്ങി യാത്ര സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്നലെ ആണെങ്കിൽ 5:30-ക്കൊക്കെ എണീറ്റു, കാരണം അവിടെ സെക്യൂരിറ്റിക്കാർ വന്നിട്ട് 5:30 ആകുമ്പോൾ എല്ലാവരും എണീപ്പിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവിടുന്ന് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു, അങ്ങനെ പുറത്തിറങ്ങി 10 മണിക്ക് പുറത്തിറങ്ങി. പിന്നെ ഒരു 11:30-12 മണി ആകുമ്പോഴും വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ കാറ്റടിക്കുമ്പോൾ എനിക്കിങ്ങനെ കണ്ണടയാണ്, ഭയങ്കര ക്ഷീണം. നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, എവിടെയെങ്കിലും ഒന്ന് ഉറങ്ങി കിട്ടിയാൽ എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചു, 3-4 ദിവസമായാലും റൂം എടുത്തിട്ട്, ഒന്ന് പിന്നെ CISF-ലായിരുന്നു, ബാക്കി ഒരു ദിവസം പിന്നെ ഗോൾഡൻ ടെമ്പിൾ അവിടെ ക്ഷേത്രത്തിനുള്ളിൽ, അവിടെ മന്ദിറിനുള്ളിലായിരുന്നു. പിന്നെ 2 ദിവസം പെട്രോൾ പമ്പിലൊക്കെ ആയിരുന്നു. അങ്ങനെ 3-4 ദിവസമായില്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാവും ചിലപ്പോൾ ഉറക്കമൊന്നും കറക്റ്റ് ആയിട്ടുണ്ടാവില്ല. പിന്നെ ഇന്നലെ ആണെങ്കിൽ 5:30-ക്ക് എണീക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, 11:30-12 മണി ആകുമ്പോഴേക്കും എവിടെയെങ്കിലും ഒന്ന് റൂം കിട്ടുകയാണെങ്കിൽ കിടക്കുക, ഉറങ്ങുക, അങ്ങനെയൊക്കെ വിചാരിച്ചു. അങ്ങനെ നുജേശ്വര മജ്ജാ സിംഗ് എന്നൊരു സ്ഥലത്തെത്തി. ഏകദേശം അമൃത്സർ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 57-58 കിലോമീറ്റർ വന്നതിന് ശേഷം, ഇത് വലിയ ഈ റൂട്ട് അങ്ങനെ വലിയ സിറ്റി ഏരിയ ഒന്നും അല്ലായിരുന്നു. അപ്പോൾ റൂം കിട്ടാനും കുറച്ച് പണിയായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ റോഡ് സൈഡിൽ ഹോട്ടലും ലോഡ്ജൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സെറ്റിങ്സ് കണ്ടപ്പോൾ ഞാൻ സൈഡാക്കി റൂം എടുത്തു. ഉച്ചയ്ക്ക് കയറി കുളിച്ചു, ജസ്റ്റ് ഒരു വാഷിംഗ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കയറി അങ്ങോട്ട് കിടന്ന് ഉറങ്ങി. ഉറങ്ങിയതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഉറക്കം ഉറങ്ങി. വൈകുന്നേരം പിന്നെ ഒരു 7:30-ക്കാണ് എണീറ്റത്. അങ്ങനെയായിരുന്നു ഇന്നലത്തെ ദിവസം. സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് വീഡിയോ എടുത്തു, പിന്നെ വയ്യാന്ന് കണ്ടപ്പോൾ ഇന്നൊരു കണ്ടന്റിനുള്ള വകുപ്പില്ല, റെസ്റ്റ് എടുക്കാനുള്ള ഇതാണ്, എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്നലെ ഒരു കണ്ടന്റ് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതിന് ശേഷം ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ 9:15 ഈ റൂമിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ലേ, ആ ദൂരത്ത് അങ്ങോട്ട് കാണുന്നതൊക്കെ ചോളാണ്. ഇവിടെ ഒരു ഗ്രൗണ്ട് പോലെ, പക്ഷേ എന്താ പറയുക, മഴക്കാറുണ്ട്, വെയിലില്ല, തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തിറങ്ങാം. ബാഗൊക്കെ എടുത്ത് പുറത്തിറങ്ങി സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാൻ നോക്കാം. ഇന്ന് എന്തായാലും ജമ്മുവിലെത്തും. നമുക്ക് ബോർഡറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 49-53 കിലോമീറ്ററേ ഉള്ളൂ, ജമ്മു ആൻഡ് കാശ്മീർ ബോർഡർ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് കിടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കേരള ടു ലഡാക്ക് കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ, കമോൺ. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് കെട്ടി വെച്ച് വണ്ടിയിൽ ഇവിടെ ഒരുത്തം കിടക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര വികൃതിയാണ്, ആളുടെ മേലേക്ക് ചാടി കയറാൻ നിൽക്കുകയാണ്. ഇവിടെ ഈ ലോഡ്ജിലുള്ള തന്നെയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ തിന്നുകയും ചെയ്ത്. അപ്പോൾ ഇവിടുന്ന് യാത്ര തുടങ്ങാം. നല്ല മഴക്കാറുണ്ട്, നല്ലൊരു തണുത്ത അന്തരീക്ഷം ഉണ്ട്. ഓക്കെ, അങ്ങനെ ഇതാ വീണ്ടും മെയിൻ റോഡിലേക്ക്. ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. റോഡൊക്കെ കുറച്ച് നനഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് മഴ പെയ്തിട്ടുണ്ട്. പിന്നെ കാശ്മീർ ഇന്നലെ രജൗലി അങ്ങനെ ഒരു സ്ഥലത്തൊക്കെ പ്രളയം, മരണം പിന്നെ 11 ആയിരുന്നു. ആദ്യം 4 മരണമായിരുന്നു, പിന്നെ 11. കുറേ വാഹനങ്ങളൊക്കെ ഒലിച്ചു പോവുകയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു റൂട്ടല്ല എനിക്ക് പോകേണ്ടത്, എന്നാലും നമ്മളുടെ റൂട്ടിൽ ബാധിക്കുമോ എന്നാണ് ഇന്ന് അറിയേണ്ടത്. ഇവിടെയൊക്കെ മൊത്തം നോക്കേണ്ടത് മഴ ചെയ്തിട്ടുണ്ടല്ലോ. എന്തായാലും കണ്ടറിയാം. നമുക്ക് പെട്രോൾ പമ്പിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുക്കാം. പെട്രോൾ ഞാൻ അടിക്കുന്നില്ല, കാരണം ഇന്നലെയൊക്കെ ഫുള്ളായതാണ് വെള്ളം. എവിടെ വെള്ളം? മഴ ചാറുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ടല്ലോ. ഇവിടെയൊക്കെ അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ട്. എവിടെ വെള്ളം കൊണ്ടുവച്ചിരിക്കുന്നത്? ഓക്കെ, ഇവിടെയാണ് വെള്ളം. കണ്ടാ, ഇവിടെയൊക്കെ നോക്കി വെള്ളം കണ്ടാ. നമ്മളവിടെ ഞാൻ നിന്ന ലോഡ്ജിൻ്റെ ഭാഗത്തേക്ക് മഴ അങ്ങനെ എത്തിയിട്ടില്ല, പക്ഷെ ഇവിടെ കുഴപ്പമില്ലാതെ മഴയൊക്കെ പെയ്തിട്ടുണ്ട്. നമുക്കിനൊരു കുപ്പി വെള്ളം എടുക്കാം. നല്ല പൂക്കളൊക്കെ ഉണ്ടല്ലോ. ഒരു കുപ്പി വെള്ളം എടുക്കാം. പെട്രോൾ അടിക്കുന്നില്ല, പെട്രോൾ ഇന്നലെ ഫുൾ ടാങ്ക് ആയിരുന്നു, പിന്നെ അധികം ഓടിയിട്ടില്ലല്ലോ. ഇനി നമുക്ക് ചായ കുടിക്കണം. ഞാനാണെങ്കിൽ റൂമിൽ നിന്ന് ബാഗിൽ ചെറിയൊരു ബാഗിൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പക്ഷെ എന്നാലും ഔപചാരികമായ ഒരു ചായ കൂടി ആവശ്യമാണ്. ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ട് നല്ലത്.
ഇത്രയും ദിവസം ഭയങ്കര ചൂടൊക്കെ അല്ലായിരുന്നോ, അപ്പോൾ ഇന്ന് കുറച്ച് തണുപ്പായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഞാൻ റോട്ടിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള ഒരു റോട്ടിലേക്ക് കയറിയാണ്. ഇവിടെ നോക്കി നോക്കി കോട, പാടത്തും ആകെ, ഇവിടൊക്കെ ആകെ മഴയാണ് കേട്ടോ. ഇവിടൊക്കെ ആകെ സീനാണ്, ചളിയും വെളിയും നോക്ക്. അമ്പോ ഇവിടെയൊക്കെ നല്ല മഴയേ. അമ്പോ അങ്ങനെ ലോങ്ങായിട്ട് നോക്കി നോക്ക് കോടയൊക്കെ. ഇവിടെയൊക്കെ ചെറിയ കോടമഞ്ഞുണ്ട്. ഇന്ന് രാവിലെ വരെ കൊടും ചൂടിലായിരുന്നു. കൊടും ചൂടും തണുപ്പനില്ല, ഇത് വെയിൽ ഭയങ്കര ചൂടായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് 10-30 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെയാണ് അവസ്ഥ. ജമ്മു കാശ്മീർ നമ്മൾ അതിർത്തിയിലേക്ക് ശരിക്കും കടക്കാറായി. അമ്പോ കുറച്ചേരം അവിടെ നിൽക്കും മോനെ, ചളിയിൽ വീഴല്ലേ. കണ്ട അവസ്ഥ നോക്ക്. ഇതൊക്കെ നെല്ല് തന്നെ ആവും. തോട്ടിൽ വെള്ളം. എന്താ അവസ്ഥ. സംഭവം ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു ഇപ്പോൾ കുറച്ച് നേരമായിട്ട്. അതിനിടയ്ക്ക് ഞാൻ ചായ കുടിച്ചു, നമ്മുടെ സ്ഥിരം എന്താണ് ആലു പറാത്ത, പിന്നെ ഒരു ചായയും. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് മൂവ് ആയപ്പോൾ ചാറ്റൽ മഴയൊക്കെ അങ്ങോട്ട് നിന്നപ്പോൾ ഞാനിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ കയറിയതാ ഒരു പാടത്ത്. നമുക്കെന്തായാലും വണ്ടിയുടെ ബാക്ക് ടയർ മാറ്റണം. ബാക്ക് ടയറേ നമ്മുടെ ശ്രീനഗറൊക്കെ ഏകദേശം എത്താറാകുമ്പോൾ അവിടെ നിന്നൊക്കെ മാറ്റണം, അല്ലെങ്കിൽ ഗ്രിപ്പ് കിട്ടില്ല. ഇവിടുന്ന് ഇപ്പോൾ ഞാൻ ഇറക്കുമ്പോൾ തന്നെ ചെളിയിൽ അങ്ങനെ പോവുമായിരുന്നു. ബാക്ക് ടയർ എന്തായാലും മാറ്റാനുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നല്ലൊരു ലൊക്കേഷൻ ഇവിടുന്ന് വിടാം. നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം കൊള്ളിച്ചാലോ? അതിനുള്ള സെറ്റിങ്സ് ഇല്ല. അല്ല അതിൻ്റെ ടാങ്കിൻ്റെ മേലെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട, ഷൂനും ഇല്ലൊക്കെ വെള്ളമാവും. കോടമഞ്ഞ് 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 കോടമഞ്ഞ്. എന്തൊക്കെയായിരുന്നു കുറച്ച് ദിവസം. ഇപ്പോൾ അത് കോട വൈബ്. എന്താ അവസ്ഥ. കോട നോക്ക്, കോട. എന്തൊക്കെയായിരുന്നു. വയ്യാത്ത ആള് പോകേണ്ടത്. കണ്ടില്ലേ, ഇവിടെ എന്താണ് വെള്ളപ്പൊക്കോ? ദൈവമേ, വെള്ളപ്പൊക്കം.
ഇവിടാണെങ്കിൽ റോഡിലൊക്കെ കുഴിയുണ്ട്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നത്. ഇനി ജമ്മുവിലേക്ക് 84 കിലോമീറ്ററാണ്. ഇവിടേക്ക് ഇതാ ഓരോരോ ചെക്ക് പോസ്റ്റുകൾ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ആർമിക്കാരും ഉണ്ട്. ഇനിയിപ്പോൾ കാശ്മീരിലേക്ക് കടക്കാറായല്ലോ. കത്തുവ പോലീസ്. അത് വലിയൊരു ചെക്ക് പോസ്റ്റാണത്. വെൽക്കം ടു ജമ്മു കാശ്മീർ. വെൽക്കം ടു ജമ്മു കാശ്മീർ. അങ്ങനെ ഇതാ മക്കളെ, നമ്മൾ ജമ്മു കാശ്മീർ ഇതാ അവിടെ ബോർഡറിൻ്റെ അവിടെ അതിർത്തിയിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതങ്ങോട്ട് കടന്ന ജമ്മു കാശ്മീരാണ്. കേരള ടു ലഡാക്ക് യാത്രയുടെ ഭാഗമായിട്ട് നമ്മളെന്താ കാശ്മീരിലേക്ക് കടക്കാൻ പോകുന്നു. അങ്ങനെ ഇതാ നമ്മൾ അതിർത്തിയിലേക്ക് കടക്കുന്നു. ജമ്മു ആൻഡ് കാശ്മീർ. ആഹാ, 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 ആഹാ. മഴയും പ്രളയമൊന്നും ഇല്ലാതെ നിന്നാൽ മതിയത്. രജൗലിയിലൊക്കെ ആകെ പ്രളയമാണ്, പക്ഷെ നമ്മൾ ആ റൂട്ടല്ല. അങ്ങനെ ഇതാ കാശ്മീരിലേക്ക്. ഇവിടെ ഒരു ടോളുണ്ട് കേട്ടോ. വെൽക്കം ടു ജമ്മു കാശ്മീർ. ഒരു ടോളുണ്ട്, ടോൾ പ്ലാസ. വെൽക്കം ടു ജമ്മു കാശ്മീർ. രണ്ട് നായ്ക്കളായിട്ട് പോകാൻ കഴിയുമ്പോൾ അതൊരു നായ അടിപൊളി. നമുക്ക് ഒരു വെള്ളം കുടിച്ചാലോ? ഇത് ലഖൻപൂരാണ്. ലഖൻപൂർ, അതാണ് ഈ സ്ഥലം. ലഖൻപൂർ അത് പള്ളിയല്ലേ? പള്ളി മന്ദിരം. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു, കുഴപ്പമില്ലാത്ത ചെറുതല്ല, വലിയൊരു ടൗൺ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കാം, ചായ വേണ്ട. ഞാനൊരു വെള്ളം വാങ്ങിയിട്ട് അപ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയപ്പോഴേ ഗൂഗിൾ പേ വർക്ക് ചെയ്യണില്ല. നോക്കുമ്പോൾ നെറ്റ്വർക്ക് കിട്ടില്ല, ഇവിടെ കിട്ടണില്ല. അതിർത്തി അങ്ങോട്ട് കടന്നപ്പോഴേ ഇവിടെ സിം വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ സിമ്മിൻ്റെ കടയുണ്ട്. എന്തായാലും സിം എടുക്കണം, ഒരു ജിയോ സിം എടുക്കണം. ഞാൻ നോക്കുമ്പോൾ നെറ്റ് ഓൺ ആവണില്ല. നോക്കുമ്പോൾ എന്താ, അപ്പോൾ ഒരു സിം എടുക്കണം. ലഖൻപൂരിലേക്ക് കടന്നിട്ടുള്ളൂ, അതായത് നമ്മളെ അതിർത്തിയിൽ നിന്ന് ഇങ്ങോട്ട് കടന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് സിം എടുക്കുന്നില്ല. ഞാൻ അപ്പുറത്തൊരു കടയിൽ ചോദിച്ച്, അവ കുറച്ച് അപ്പുറത്തുനിന്ന് എടുത്തോന്നാണ് പറഞ്ഞത്. അവിടെ ഇല്ലാതെ. ഇവിടെ വലിയൊരു സിറ്റി തന്നെയാണ്. എന്തായാലും കുറച്ച് അങ്ങോട്ടൊന്ന് കഴിഞ്ഞിട്ട് എടുക്കാം. ലഖൻപൂർ, അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗത്തേക്ക് എത്തിയാൽ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ പുതിയ സിം എടുക്കണം. സിമ്മിന് എത്രയാണെന്നറിയില്ല,
ശരിയാണെങ്കിൽ 500-600 ആ റേഞ്ച് തന്നെ ആവും. ഞാൻ ഒരു ചായയും കൂടി കുടിക്കാൻ വേണ്ടി ഒന്ന് സൈഡാക്കി. ഉച്ചയായിട്ടാണ്, 2 മണിയായി. നന്നായിട്ട് ഫുഡ് കഴിക്കേണ്ട സമയമാണ്. പക്ഷേ എനിക്ക് ചെറിയ വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു പാക്കറ്റ് എന്താ ഇത് മിച്ചർ പോലത്തെ സാധനം, പിന്നെ ഒരു ചായയും കുടിച്ചു. ഇനി ശരിക്കും ശ്രീനഗറിലേക്ക് 336 കിലോമീറ്ററാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് സിം എടുക്കണം. കാരണം ഗൂഗിൾ മാപ്പ് പിന്നെ നെറ്റ്വർക്ക് കാര്യങ്ങൾ ആവശ്യമാണ്. എന്തായാലും സിം എടുക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അടുത്തിന് സിം എടുക്കാം. ഈ ഭാഗത്തൊക്കെ വെയിലായിട്ടാ. നമ്മൾ കുറച്ച് ബാക്കിലൊക്കെ നല്ല മഴ പെയ്ത അന്തരീക്ഷമല്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇന്നലെ ഒന്നും മഴ പെയ്തിട്ടില്ല തോന്നുന്നു. ഇന്ന് രാവിലെയോ അതിന് മുമ്പ് മഴ പെയ്ത ഒരു സീനൊക്കെ കാണുന്നത്. ഇവിടെ വെയിലുണ്ട്. പിന്നെ ഈ അമർനാഥ് ആ ഒരു ടൈം ആയതുകൊണ്ട് ഒട്ടുമിക്ക സ്ഥലത്തും ആർമിക്കാരും എല്ലാവരും ഉണ്ട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. തിരക്കൊക്കെ എല്ലാ സ്ഥലത്തും റോഡ് സൈഡിലുണ്ട്. ഇവിടെ റോഡ് പണി ഇറക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ സിം എടുത്തേ പറ്റുള്ളൂ. അടുത്ത സിമ്മ് കട ഏത് കാണുന്നോ സിം എടുക്കുക എന്നതാണ് അടുത്ത കലാപരിപാടി. ഇവിടെ റോഡ് സൈഡിലായിട്ട് ഹനുമാൻ്റെ വലിയൊരു പ്രതിമ ഉണ്ടോ. ഞാൻ റോട്ടിൽ നോക്കിയപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ സൈഡാക്കിയതാ. പിന്നെ ഇവിടെ തന്നെ അപ്പുറത്ത് 2 ആർമിക്കാർ ഡ്യൂട്ടിക്കൊക്കെ ഉണ്ട്. അമർനാഥ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എല്ലാ റോഡ് സൈഡിലൊക്കെ ഒട്ടുമിക്ക സ്ഥലത്തുണ്ട് കേട്ടോ. പിന്നെ അവരെ എടുത്തില്ല, അവർ ഡ്യൂട്ടിയിലായ കാരണം. അപ്പോൾ വീഡിയോ എടുക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും ഇതുണ്ടാവും, അതുകൊണ്ട് ഞാൻ പിന്നെ എടുക്കാൻ തന്നില്ല. ഇവിടെയൊക്കെ ഇതാ ഓരോ അമ്പലം, അങ്ങനെ ഒരു വൈബാണ് ഇവിടെ. ഓക്കെ ഓക്കെ ഓക്കെ. ഹനുമാൻ നല്ല ഹൈറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് പോവാം. അങ്ങനെ ഞാൻ വിജയ്പൂർ എന്ന സ്ഥലത്ത് നിന്ന് സിം എടുത്തു. സിമ്മിന് 500 രൂപയാണ്. 150 രൂപ സിമ്മിനും 350 റീചാർജ്. എയർടെലാണ് എടുത്തത്. എയർടെലാണ് നല്ലതെന്ന് പറഞ്ഞത്. അപ്പോൾ സിം എടുക്കുമ്പോൾ നമുക്ക് ആധാർ കാർഡിൻ്റെ നമ്പർ മതി, ഫോട്ടോ ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾ വേറൊരു ജിയോ നമ്പറിലേക്ക് വിളിച്ചിട്ട് OTP ആൾ പറഞ്ഞു തരണം. അപ്പോൾ വേറെ ആളെ കോൾ ചെയ്യണം, അത് ഇവിടുന്ന് കോൾ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സിം എടുക്കുന്ന പരിപാടി. അപ്പോൾ ഇത് വിജയ്പൂരാണുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോവാം. ഞാനിപ്പോൾ വിജയ്പൂരിൽ നിന്ന് U-turn എടുത്തിരിക്കുകയാണ് കേട്ടോ. കാരണം ഇവിടുന്ന് നേരെ പോയിട്ട് ജമ്മു ആണ്. ജമ്മു വഴി പോവുകയാണെങ്കിൽ 270 കിലോമീറ്റർ ഉണ്ട്. അല്ലാതെ U-turn എടുത്ത് പോവുകയാണെങ്കിൽ 246 കിലോമീറ്റർ. കാരണം നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാതിരുന്നല്ലോ, അതുകൊണ്ട് കുറച്ച് മുന്നോട്ട് വന്നതാണ്. ശരിക്കും അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സിം എടുത്ത് നെറ്റ്വർക്ക് റെഡിയാക്കുമ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോഴാണ് സംഭവം അറിയണത്. അപ്പോൾ നമുക്ക് നേരെ പോവാം. വിജയ്പൂരിൽ നിന്ന് U-turn എടുത്തിട്ടാണ് ഇപ്പോൾ പോണത്. കേരളത്തിൽ നിന്നാണോ വരുന്നതെന്ന് ചോദിക്കണത്. അങ്ങനെ ഞാൻ കുറേ ദൂരം വന്നിട്ട് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. റോഡ് ഇങ്ങനെ തെറ്റിപ്പോയി. അതിന് ശേഷം ഇപ്പോൾ ഒരു 6-6:30 മണിയായി. ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ചായ അങ്ങനെയുള്ള കടികളൊക്കെ കഴിച്ചുകൊണ്ട് ഇപ്പോൾ വിശക്കണോണ്ട് ഞാനൊരു ഹോട്ടലിൽ കയറി റോഡ് സൈഡിൽ. അപ്പോൾ ഒരു ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്. വെജിറ്റബിളിൻ്റെ ഹോട്ടലാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് ഇനി യാത്ര തുടങ്ങാമെന്ന് വെച്ചാൽ. ഇനി ഞാൻ വല്ലാതെ ലോങ് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനു മുമ്പ് ടെൻറ്റ്, പമ്പ് അങ്ങനെയൊക്കെ ആയിട്ട് സൈഡാക്കണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് മതി ഇനി യാത്ര. ഓക്കെ, അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാം. ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടാവും ഇനി യാത്ര. അത്ര ദൂരം പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഞാൻ കുറേ ദൂരം വന്ന് ഏകദേശം ഒരു 8:30-9 മണി ആവാറായി. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ടൊരു ഏരിയയാണ്, ഒരു വില്ലേജ് ഏരിയ ആണ്. പെട്രോൾ പമ്പൊന്നും അങ്ങനെ കാണില്ല, സിറ്റി റോഡല്ല.
അങ്ങനെ ആ ഒരു ഏരിയയിൽ ഒരു പെട്രോൾ പമ്പ് കണ്ടു. അവിടെ ചോദിച്ച് ടെൻ്റ് അടിക്കട്ടെ, പക്ഷേ ഇവിടെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് കാലിയായിട്ട്, അപ്പുറത്ത് ഇവിടുത്തെ ടൈലിൻ്റെ പണിക്കാരും ഉണ്ട്. അപ്പോൾ ഇവിടെ കിടന്നോന്നൊക്കെ പറഞ്ഞ്, ഇപ്പോൾ ടൈലിൻ്റെ പണിക്കാർ പറഞ്ഞാൽ അവരുടെ ഇപ്പോൾ സെറ്റായിരിക്കും, അവിടെ 3 ആളേ ഉള്ളൂ, സ്ഥലമുണ്ട് പറഞ്ഞ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ നൈറ്റ് ഇവിടെ കൂടാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിലൊക്കെ ഞാൻ നാളെ പറയാം. ഇതേതാ സ്ഥലം എന്ന് കറക്റ്റായിട്ട് ഞാൻ നാളെ പറയാം. ഓക്കെ, അപ്പോൾ കേരള ടു ലഡാക്ക് യാത്രയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ബാക്കി നാളെ.